ഇവിടെ ഒരുത്തൻ ബിൽഡിങ്ങിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുന്നു. എന്നാ അവനൊന്നും പറ്റിയില്ല. പക്ഷെ അവൻ വീണത് താഴെ കൂടെ നടന്നു പോയിക്കൊണ്ടിരുന്ന ഒരാളുടെ മേളിലേക്കായിരുന്നു. പാവം അയാൾ മരിച്ചു പോകുന്നു. ശേഷം അവൻ നല്ല പൊക്കമുള്ള ഒരു ബ്രിഡ്ജിന്റെ മുകളിൽ നിന്ന് താഴേക്ക് ചാടുകയാണ്. അപ്പോഴും അവനൊന്നും പറ്റിയില്ല. ലോറി എടുത്ത് പോയിക്കൊണ്ടിരുന്ന ഒരു ലോറിയുടെ മേലെയാണ് അവൻ വീണത്. അതിൽ മടങ്ങാതെ അഹങ്കാരം പിടിച്ചവൻ ഒരു ഹെലികോപ്റ്ററിൽ നിന്ന് താഴേക്ക് ചാടുന്നു. ഇത്തവണയും അവനൊന്നും പറ്റിയില്ല. കാരണം അവൻ വീണത് ഒരു ഫ്ലൈറ്റിന്റെ മുകളിലായിരുന്നു. ഇവൻ എന്തിനാ ഈ വെകിളിത്തരമൊക്കെ ചെയ്യുന്നതെന്ന് വെച്ചാൽ കുറച്ചു നാൾക്ക് മുമ്പ് ദൈവം എല്ലാവരുടെ ഫോണിലും അവരെപ്പോ മരിക്കുമെന്ന് മെസ്സേജ് അയക്കുകയാണ്. അപ്പൊ കാറിൽ പോയിക്കൊണ്ടിരുന്ന ഒരാളെ ഏതാനും മിനിറ്റുകൾക്കുള്ളിൽ മരിക്കുമെന്ന് കാണിക്കുന്നു. അപ്പൊ തന്നെ അയാൾ ഒരു ട്രക്ക് ഇടിച്ച് മരിക്കുന്നു. അപ്പൊ വേറൊരിടത്ത് ഒരു ലേഡി കുളിച്ചോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ അവൾക്ക് വെറും 2 മിനിറ്റ് ഇനി മരിക്കാൻ സമയമുള്ളൂ. അതുകൊണ്ട് അവളെ പേടിച്ച് ഇലക്ട്രിക് ഡിവൈസും ഗ്യാസും എല്ലാം ഓഫ് ചെയ്ത് വെക്കുന്നു. എന്നാൽ അവിടെ ഇരുന്നൊരു ടൊമാറ്റോ പേസ്റ്റ് ഒന്ന് നീക്കി വെച്ചതും ആ അലമാര വീണവളെ മരിക്കുകയാണ്. എന്നാൽ തളർന്നു കിടക്കുന്ന ഒരു അപ്പൂപ്പന് ഇനിയും 12 വർഷം സമയമുണ്ടെന്ന് കാണിക്കുന്നു. പക്ഷെ പുള്ളിയെ നോക്കുന്ന സിസ്റ്റർ വെറും 64 ദിവസത്തിനുള്ളിൽ മരിക്കും. അപ്പൊ ഈ സമയമെല്ലാം സത്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ടാണ് ഇവൻ അവന്റെ മരണം ടെസ്റ്റ് ചെയ്യുന്നത്.